ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവരിൽ 40-അംഗ മലയാളി സംഘവും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി നേപ്പാളിലേക്ക് വിനോദസഞ്ചാരത്തിനു പോയ സംഘമാണ് കുടുങ്ങിയത്. 9 വയസ്സുകാരിയും പ്രായം ചെന്ന ആളുകളും കൂട്ടത്തിലുണ്ട്. സുരക്ഷിത സ്ഥലത്ത് എത്തിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചെങ്കിലും സഹായം ലഭിച്ചില്ലെന്ന് സംഘത്തിലുള്ളവർ അറിയിച്ചു. പ്രതികരണം അത് കേൾക്കാം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗോശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗവൺമെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഏകദേശം 40ഓളം പേരുണ്ട്. കോഴിക്കോട് ജില്ലൻ്റെ, മലപ്പുറം ജില്ലൻ്റെ ഭാഗത്തുള്ള ആളുകളെ കൂടെയാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ രാവിലെ എത്തിയ മുതൽ ഇവിടെ സംഘർഷങ്ങളാണ്. ഇന്നലെ മുതൽ ഇവിടെ വാട്സപ്പൊക്കെ നിരോധിച്ചുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് ആളുകൾ സംഘർഷത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ച് യുവാക്കളാണ്, കോളേജ് വിദ്യാർത്ഥികളും യുവജനങ്ങളൊക്കെ വളരെയേറെ റൂട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഒക്കെ തടസ്സപ്പെടുത്തുകയാണ്. ഇവിടുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഇവർ. റോഡിലൂടെയൊന്നും ഒരു വാഹനങ്ങളും പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ഇളകി കിടക്കുകയാണ്. ഇന്നലെ മുതൽ ഇവിടെ പ്രശ്നങ്ങളാണ്. ഞങ്ങളിപ്പോൾ റോട്ടിൽ വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയി കഴിഞ്ഞ് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ തരുമെന്ന് വെച്ചാൽ പോലീസുകാർക്ക് പോലും അവർ തന്നെ ഉള്ളിൽ കയറാൻ പറ്റാത്ത പോലെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്കൊന്നും ഒരു കയറ്റില്ല. അവർ ഗേറ്റൊക്കെ അടച്ചിട്ട് ഇട്ടാൽ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ബോർഡുകളും മറ്റും തകർത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ഭയങ്കര സംഘർഷം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുതന്നെ പോകുന്നതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു നിർണായക ഘട്ടത്തിലപ്പുള്ളത്. എന്നാൽ സംഘത്തിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്നും ഉടനെ വരെ നാട്ടിലെത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിട്ടുണ്ട്. എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, 40ഓളം പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. നമുക്കറിയാം അവിടെ കലാപം അവസാനിച്ചിട്ടില്ല. വിമാനത്താവളം അടച്ചിട്ടുണ്ട്. ത്രിഭുവൻ വിമാനത്താവളം അടക്കം ലോക്ക് ചെയ്തിട്ടുണ്ട്. പൊതുഗതാഗതവും സ്തംഭിച്ച മട്ടിലാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ, എ കെ അഭിലാഷ്? കോഴിക്കോട്, മലപ്പുറത്തും എന്നിവിടങ്ങളിൽ നിന്നുള്ള 40-അംഗ വിനോദസഞ്ചാര സംഘമാണ് വിമാനമാർഗം ഇന്ന് നേപ്പാളിലെത്തിയത്. അവിടെ എത്തിയതിനു ശേഷമാണ് അവിടെ ഇത്തരത്തിലുള്ള സംഘർഷമുള്ള കാര്യം അവർ അറിയുകയും ചെയ്തത്. ഏതായാലും കാഠ്മണ്ഡു ഗോശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ എത്തിയ സംഘം ഏതാണ്ട് മണിക്കൂറുകളോളം അവിടെ വെള്ളം പോലും കിട്ടാതെ കുടുങ്ങി. പിന്നീട് പോലീസിനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവർ കൂടി കൈയൊഴുകിയായിരുന്നു. പിന്നീട് ഈ ട്രാവൽ ഏജൻസി തന്നെ ഇടപെട്ടുകൊണ്ടാണ് അവർക്കൊരു ഹോട്ടൽ റൂം കണ്ടെത്തുകയും അവിടേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തിയത്. ഇതിനിടയിൽ സമീപത്തുള്ള സർക്കാർ ഓഫീസുകൾക്ക് തീവയ്ക്കുകയും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ വെടിവെപ്പടക്കം കേട്ടു എന്നാണ് ഇവിടെ നിന്നുള്ള മലയാളികളടക്കം പറയുകയും ചെയ്തത്. ഏതായാലും 9 വയസ്സുകാരി അടക്കമുള്ള ഒരു സംഘമാണ് ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയത്. ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ വിമാനത്താവളങ്ങളടക്കം അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 2 ദിവസമെങ്കിലും അവിടെ തങ്ങേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജോർജ് കുര്യൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും ഇവർ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.